ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും കൊണ്ട് നല്ലൊരു മസാലക്കറി ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനതിനായിട്ട് വഴുതനങ്ങ ഇതുപോലെ നീളത്തിലരിഞ്ഞ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിനു വേണ്ടി ഒരു മസാല തയ്യാറാക്കാം. അതിനായി ഞാൻ ഇഞ്ചി എടുത്തു, അതിനുശേഷം വെളുത്തുള്ളി, വറ്റൽമുളക്, കുറച്ച് ജീരകം, അതിനുശേഷം കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണം. ഇനി എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുമ്പ് അരിഞ്ഞു വെച്ച വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഇത് നല്ലവണ്ണം വഴന്നു വരുമ്പം അത് നമുക്ക് കോരി മാറ്റിയെടുക്കണം. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. നിങ്ങളും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ചപ്പാത്തികളുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതെന്നാണ്. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഇതുപോലെ നിങ്ങളും വീട്ടിലുണ്ടാക്കി നോക്കുക. ചെറുതായൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് ഒന്ന് കോരി മാറ്റാം. അതിനുശേഷം ബാക്കി പൊടികളോടൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ കോരി മാറ്റാം. ഞാൻ ഈ ചീനച്ചട്ടിയിൽ തന്നെയാണ് ഇത് വീണ്ടും ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാത്രം മാറി ഉപയോഗിക്കാം. ഞാൻ ഇതിലേക്ക് തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളിയൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടണം. ഇനി കളറൊക്കെ ഒന്ന് മാറി വരുമ്പം 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ആദ്യം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എരിവുള്ള മുളക് പൊടി ചേർത്തു. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ മസാല ചേർത്തത് മട്ടൺ മസാലയാണ് ചേർത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് ചേർത്ത് കൊടുത്തില്ല. ഇനിയും മുമ്പ് ചതച്ച് വെച്ച മസാല, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ചതച്ചത് അതുകൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി പൊടിയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കഴിയുമ്പം നമുക്കതിലേക്ക് തക്കാളി അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ നമുക്കിതൊന്ന് മസാലയെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുകൂടി ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്ത് മൂത്തതിന് ശേഷം നമുക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നിങ്ങളുടെ ഗ്രേവിക്കനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഉരുളക്കിഴങ്ങ് വഴറ്റിയപ്പം ഉപ്പ് ചേർത്തത് കൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തില്ല. ഇനി ഇത് ചെറുതായി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുന്നത് നല്ലതാണ്. തൈര് ഇഷ്ടമില്ല എങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താലും അല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുത്താലും മതി.
ഇതുപോലെ അത് ചേർത്തതിന് ശേഷം ഇതൊന്നും ചേർത്തില്ല എങ്കിലും കുഴപ്പമില്ല, നല്ലതാണ്. ഇനി നമുക്ക് ഇതുപോലെ ഇത് തിളച്ച് വരുമ്പം നമുക്ക് ഇതിനകത്തേക്ക് മുമ്പ് വഴറ്റി മാറ്റി വെച്ച ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് മസാലയെല്ലാം പിടിക്കുന്നവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇതുപോലെ ഞാൻ ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും അഭിപ്രായം അറിയിക്കണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളും വീട്ടിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കുക. പിന്നെ ഞാനിവിടെ പ്രൊഫഷണലായിട്ടൊന്നുമല്ല ചെയ്യുന്നത്, എന്നും ഉണ്ടാക്കുന്ന കറികൾ മാത്രമാണ് ഇതൊക്കെ ഇങ്ങനെ വീഡിയോ ആയിട്ടിടുന്നത്. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കുക. പിന്നെ ഇതുപോലെ ചെറിയ വീഡിയോകളുമായിട്ട് പിന്നെയും വരാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ കറികളുമായിട്ട് അല്ലെങ്കിൽ സ്നാക്സ് അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും വരും. ഞാനിവിടെ ഉപ്പ് നോക്കിയായിരുന്നു, ഇതിന് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ ഉപയോഗിക്കാം.